നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മട്ടന്നൂർ നെല്ലൂന്നിയിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 2 മരണം. മരിച്ചത് മട്ടന്നൂർ പരിയാരം സ്വദേശി നവാസും മകൻ യാസീനും. കനത്ത മഴയിൽ റോഡ് തകർന്നു. കാൽനടയാത്ര പോലും സാധ്യമാകാതെ അത്തൂരിലെ 20ഓളം കുടുംബങ്ങൾ. ഇരിട്ടി മട്ടന്നൂർ റൂട്ടിൽ വീണ്ടും അപകടക്കെണിയായി. റോഡിൽ കുഴി. പുന്നാട് കുളത്തിന് സമീപമാണ് കുഴി രൂപപ്പെട്ടത്. വാർത്തകൾ വിശദമായി. മട്ടന്നൂർ നെല്ലൂന്നിയിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 2 മരണം. മട്ടന്നൂർ പരിയാരം സ്വദേശി റിയാസ് മൻസിലിൽ നവാസ്, മകൻ യാസീൻ എന്നിവരാണ് മരിച്ചത്. മട്ടന്നൂർ നെല്ലൂന്നിയിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 2 മരണം. മട്ടന്നൂർ പരിയാരം സ്വദേശി റിയാസ് മൻസിൽ നവാസിന്റെ മകൻ യാസിൻ എന്നിവരാണ് മരിച്ചത്. ശനിയാഴ്ച രാത്രി 11:30 പഴശ്ശിയിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് മട്ടന്നൂർ നെല്ലൂന്നി പുതിയ പെട്രോൾ പമ്പിന് സമീപത്തായി നവാസും കുടുംബവും സഞ്ചരിച്ച ആൾട്ടോ കാറും തലശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന മറ്റൊരു കാറും തമ്മിൽ കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ നവാസ് സഞ്ചരിച്ച കാർ പൂർണ്ണമായും തകർന്നു. ഗുരുതരമായി പരിക്കേറ്റ നവാസിനെയും മകൻ യാസിനെയും ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇരുവരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സാരമായി പരിക്കേറ്റ നവാസിന്റെ ഭാര്യ ഹസീറ, മക്കളായ നിസാർ, ഫാത്തിമ എന്നിവർ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ഗർത്തം കണ്ട സ്ഥലത്ത് റോഡിൽ വീണ്ടും കുഴി രൂപപ്പെട്ടു. ഇരിട്ടി മട്ടന്നൂർ റോഡിൽ പുന്നാട് കുളത്തിന് സമീപത്തായാണ് വീണ്ടും കുഴി രൂപപ്പെട്ടത്. കുഴിയിൽ വീണ് 2 ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. ഇരിട്ടി മട്ടന്നൂർ റോഡിൽ പുന്നാട് കുളത്തിനു സമീപത്തായാണ് കുഴി രൂപപ്പെട്ടത്. 1 മാസം മുൻപ് ഇവിടെ റോഡിൽ വൻ ഗർത്തം രൂപപ്പെടുകയും പൊതുമരാമത്ത് അധികൃതർ എത്തി ക്വാറി ഉൽപ്പന്നങ്ങൾ ഇട്ട് ഗർത്തം അടയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതേ സ്ഥലത്താണ് വീണ്ടും റോഡിൽ കുഴി രൂപപ്പെട്ടത്. തലശ്ശേരി മൈസൂർ അന്തർ സംസ്ഥാന പാതയുടെ ഭാഗമായാണ് ഈ റോഡ്. KSTP കോടികൾ മുടക്കി നവീകരിച്ച റോഡിലാണ് ഇത്തരത്തിൽ വലിയ കുഴി രൂപപ്പെട്ടത്. ഇക്കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഈ കുഴിയിൽ വീണ് ഇരുചക്രവാഹന യാത്രക്കാർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. പുന്നാടിനും ഉളിയിലും ഇടയിൽ വാഹനങ്ങൾ അമിത വേഗതയിൽ പോകുന്ന റോഡിൽ ചെറിയ കുന്നിന് മുകളിലാണ് കുഴി രൂപപ്പെട്ടത്. ഈ കുഴി വാഹന ഡ്രൈവർമാർക്ക് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടില്ല. അടുത്തെത്തുമ്പോൾ കുഴി കാണുകയും ഒരുപക്ഷെ ഇതിൽ വീഴുകയോ അതല്ലെങ്കിൽ ഇത് വെട്ടിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത്. ബന്ധപ്പെട്ട അധികൃതർ റോഡ് അറ്റകുറ്റപ്രവൃത്തി നടത്തി ഇതുവഴിയുള്ള യാത്ര സുഗമമാക്കണമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ഉപേക്ഷിച്ച ചെങ്കൽ ക്വാറികളിൽ മാലിന്യം നിക്ഷേപിച്ച സംഭവത്തിൽ പഞ്ചായത്ത് ശുചിത്വ വിജിലൻസ് സ്ക്വാഡ് കേസെടുത്തു. സ്ഥലം സന്ദർശിച്ച ശേഷമാണ് കേസെടുത്തത്. കേളകം പഞ്ചായത്തിലെ പൊയ്യമല മീശക്കവലിയിൽ ഉപയോഗശൂന്യമായ ചെങ്കൽ ക്വാറികളിൽ മാലിന്യം തള്ളിയ നടപടിക്കെതിരെ പഞ്ചായത്ത് അധികൃതർ നടപടി ആരംഭിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് സന്തോഷ് കെ തടത്തലിന്റെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് ശുചിത്വ വിജിലൻസ് സ്ക്വാഡ് സ്ഥലം സന്ദർശിച്ച് കേസെടുത്തു. ഏക്കർ കണക്കിന് വരുന്ന ചെങ്കൽ ക്വാറികളിൽ ആശുപത്രികളിലെയും കച്ചവട സ്ഥാപനങ്ങളിലെയും മാലിന്യമാണ് തള്ളിയത്. ഡയപ്പർ, മരുന്ന് സ്ട്രിപ്പ്, ഗുളിക, സിറിഞ്ച്, പ്ലാസ്റ്റിക്, സിമന്റ് ചാക്ക് എന്നിവയെല്ലാം വലിയ ചാക്കിൽ കെട്ടി തള്ളുകയായിരുന്നു. സംഭവം കഴിഞ്ഞ ദിവസം ഹൈവിഷൻ വാർത്ത നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. നേരത്തെയും ഈ സ്ഥലത്ത് കേളകം ടൗണിലുള്ള ഹോട്ടൽ മാലിന്യം തള്ളിയതിൽ കേസെടുത്ത് സ്ഥലം ഉടമ ഉൾപ്പെടെ 3 പേർക്ക് പിഴയൊടുക്കാൻ നോട്ടീസും നൽകിയിരുന്നു. ഹൈവിഷൻ ന്യൂസ്, കേളകം. കനത്ത മഴയിൽ മലവെള്ളം കുത്തിയൊലിച്ച് റോഡ് തകർന്നതോടെ ദുരിതത്തിലായിരിക്കുകയാണ് 20ഓളം കുടുംബങ്ങൾ. 15 വർഷം മുൻപ് നിർമ്മിച്ച റോഡിന്റെ അവശേഷിക്കുന്ന ഭാഗം ടാറിങ്ങോ കോൺക്രീറ്റോ ചെയ്യണമെന്ന പ്രദേശവാസികളുടെ ആവശ്യം അധികൃതർ ഇതുവരെ പരിഗണിച്ചിട്ടില്ല. അത്തൂർ ലക്ഷം വീട് ഈരായിക്കൊല്ലി റോഡിന്റെ ടാറിംഗ് പ്രവൃത്തി നടത്താത്ത ഭാഗമാണ് കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ തകർന്നത്. റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടതുകൊണ്ട് ഇതുവഴി കാൽനടയാത്രയ്ക്ക് പോലും സാധിക്കാത്ത അവസ്ഥയാണ്. 750 മീറ്ററോളം ദൈർഘ്യമുള്ള റോഡിന്റെ 580 മീറ്ററോളം പ്രവൃത്തി പൂർത്തീകരിച്ചതാണ്. അവശേഷിക്കുന്ന 200 മീറ്റർ കൂടി പൂർത്തീകരിച്ചാൽ റോഡ് ഗതാഗത യോഗ്യമാകും. എന്നിരിക്കെ ബന്ധപ്പെട്ട അധികൃതർ കാണിക്കുന്ന അലംഭാവമാണ് പ്രദേശത്തെ 20ഓളം കുടുംബങ്ങളുടെ ദുരിതത്തിന് കാരണമായിരിക്കുന്നത് എന്ന് പ്രദേശവാസികൾ പറയുന്നു. നമ്മളെ ഈ റോഡ് അത്തൂര് ഈരായിക്കല് കോളനി റോഡാണ്. ഒരു 15 വർഷമായി ഈ റോഡ് മഴക്കാലത്ത് റോഡായിട്ടും വേനൽക്കാലം റോഡായിട്ടാണ് ഉപയോഗിക്കുന്നത്. പഞ്ചായത്തിൽ പല പ്രാവശ്യം നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞതാണ്. പഞ്ചായത്തിന് 2 വർഷം വന്ന് അളന്ന് എല്ലാം എടുത്ത് കൊണ്ടുപോയതാണ്. എന്നിട്ട് ഒരിക്കൽ പറഞ്ഞ് ആസ്തി ഫണ്ടിൽ കയറ്റിന് അടുത്ത് ടെൻഡർ കൊടുത്തിട്ട് നന്നാക്കാന്ന് പറഞ്ഞ റോഡായത്. പക്ഷേ മഴക്കാലമായി കഴിഞ്ഞാൽ മൊത്തം മണ്ണ് കുത്തി ഒലിച്ച് പോയിട്ട്
നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. വേനൽക്കാലം നമ്മൾ നാട്ടുകാരെല്ലാം കൂടി കല്ലും മണ്ണെല്ലോട്ട് തട്ടിക്കൂട്ടി നടന്നു. അങ്ങനെ 10-15 വർഷമായിട്ട് ഈ റോഡ് സ്ഥിതി ഇങ്ങനെയുള്ളത്. വേനൽക്കാലത്ത് റോഡും മഴക്കാലത്ത് തോടുമായി മാറുന്ന ഈ റോഡിലൂടെയുള്ള യാത്ര ദുസ്സഹമാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു. എത്രയും പെട്ടെന്ന് റോഡ് താൽക്കാലികമായെങ്കിലും ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ ആവശ്യം. ഈ റോഡ് അത്തൂര് ലക്ഷം വീട് ഈരായ്ക്കൽ റോഡാണ്. ഈ റോഡ് നമുക്ക് വളരെ കുറേ പ്രാവശ്യമായി പഞ്ചായത്തിൽ നന്നാക്കി തരണം, ഒന്ന് കോൺക്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ടാർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പറയുന്നു. പക്ഷേ ആരും ഒന്നും ഇതുവരെ എല്ലാ മെമ്പർമാർ വന്നിട്ടും എല്ലാവരും വന്നിട്ടും നമുക്കിതുവരെ ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല. റോഡിൻ്റെ താഴെ ഒരു 5-10 വീടുണ്ട്. അതുകൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ല. ഇതുകൊണ്ട് മഴക്കാലം ഒന്നും പോകാൻ പറ്റില്ല. വീട്ടിൽ ഒരു രോഗിയെ കൊണ്ടുപോകാൻ പോലും പറ്റില്ല. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. ആനത്താര പദ്ധതി നടപ്പിലാക്കിയ നെല്ലിയോടിയിൽ കാട്ടാന ആക്രമണം. കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാന വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ചു. കാട്ടാനക്ക് സ്വസ്ഥമായി വഴി നടക്കാൻ ആനത്താര പദ്ധതി നടപ്പിലാക്കിയ കൊട്ടിയൂർ നെല്ലിയോടിയിൽ കാട്ടാന കൃഷിയിടത്തിലിറങ്ങി നാശം വിതച്ചു. ചാത്തമല ജോസഫ്, ആണ്ടൂർ ജോസ്, പൂവക്കുളത്ത് മേരി തോമസ്, പൊരുന്നങ്കോട്ട് സിബിച്ചൻ, വെട്ടത്ത് ബിജു എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടാന എത്തിയത്. തെങ്ങ്, വാഴ, തേക്ക് തുടങ്ങിയ കൃഷികളാണ് നശിപ്പിച്ചത്. ചാത്തമല ജോസഫിന്റെ കൃഷിയിടത്തിൽ നിന്നിരുന്ന പ്ലാവിലെ ചക്ക പറിച്ചു തിന്ന ശേഷം സമീപത്തു നിന്നിരുന്ന കായ്ഫലമുള്ള തെങ്ങും നശിപ്പിച്ചു. പ്രദേശമാകെ ഉഴുത് മറിച്ചതുപോലെ ചെളിയാക്കിയാണ് കാട്ടാന മടങ്ങിയത്. കനത്ത മഴ പെയ്തിരുന്നതിനാൽ കാട്ടാന എത്തിയത് ആരും അറിഞ്ഞില്ല. ചാത്തമല ജോസഫിന്റെയും മേരി തോമസിന്റെയും വീടിന് 100 മീറ്റർ വരെ കാട്ടാന എത്തി. ആനത്താര പദ്ധതി നടപ്പാക്കിയാൽ കാട്ടാന ശല്യം ഉണ്ടാകില്ല എന്ന ഉറപ്പാണ് ഇതോടെ പാഴായത്. ഹൈവിഷൻ ന്യൂസ്, കേരളം. കാട്ടാന ആക്രമണത്തിൽ പരിക്ക് പറ്റിയ വൈഷ്ണവിന്റെ ചികിത്സയ്ക്കായി സഹായ കമ്മിറ്റി രൂപീകരിച്ചു. ആർളം ഫാമിൽ നിന്നും കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആർളം ഫാം ബ്ലോക്ക് 12-ലെ വൈഷ്ണവിന്റെ തുടർ ചികിത്സയ്ക്കായാണ് ജനകീയ കമ്മിറ്റി രൂപീകരിച്ചത്. ആർളം ഫാമിൽ വച്ച് വൈഷ്ണവിനെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റ യുവാവിന് ഇതിനകം തന്നെ 15 ലക്ഷം രൂപയിലധികം ചികിത്സയ്ക്കായി ചെലവായി. വനംവകുപ്പിന്റെ സഹായത്തോടെയാണ് ചികിത്സ മുന്നോട്ടു പോകുന്നത്. കിടപ്പിലായ വൈഷ്ണവ് കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു. വൈഷ്ണവിനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുവാൻ ഇനിയും ലക്ഷങ്ങൾ തന്നെ വേണ്ടിവരും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചികിത്സയ്ക്കായി പണം കണ്ടെത്താൻ ജനകീയ കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചത്. കീഴ്പള്ളി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹാളിൽ വെച്ച് നടന്ന യോഗം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വയസ്സുള്ള ചെറുപ്പക്കാരൻ കാട്ടാനയുടെ ആക്രമണത്തിൽ വളരെ ഗുരുതരമായ പരിക്കേറ്റ് ചികിത്സയിലായിട്ട് 2 മാസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. രാജേഷ് പറഞ്ഞതുപോലെ ഇതിനോടകം തന്നെ 15 ലക്ഷത്തോളം രൂപ ചെലവ് ചെയ്തു. അത് വനംവകുപ്പ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജേഷ്, EC രാജു, വത്സ ജോസ്, മിനി ദിനേശൻ, വി ശോഭ, KK ജനാർദ്ദനൻ, ജെയ്സൺ ജീരകശ്ശേരി, ശങ്കർ സ്റ്റാലിൻ, KB ഉത്തമൻ, റഷീദ് പാലേരി, VK ഗംഗാധരൻ, PK രാമചന്ദ്രൻ, കേളപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡ് അയ്യപ്പൻകാവിൽ കനത്ത മഴയെ തുടർന്ന് വീടുകൾക്ക് മുകളിൽ വീണ മരങ്ങളും അപകട സാധ്യതയുള്ള മരങ്ങളും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് മുറിച്ചു നീക്കി. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയെ തുടർന്ന് മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ 2-ാം വാർഡ് അയ്യപ്പൻകാവിൽ വീടുകൾക്ക് മുകളിൽ പതിച്ച മരങ്ങളും അപകട സാധ്യത ഉയർത്തി നിൽക്കുന്ന മരങ്ങളുമാണ് യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ മുറിച്ചു നീക്കിയത്. C മഹറൂഫ്, CH ഷിഹാബ്, AK മുനീർ, ഷംസീർ ഉളിയിൽ, KV റൌഫ്, ഫഹദ്, ഒബാൻ റഹീം, ജാഫർ, നൈസാം, മജീദ് ചാലിൽ, P കമറുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. നീണ്ടുനോക്കി പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ വീണ്ടും അറ്റകുറ്റപ്രവൃത്തി നടത്തി നാട്ടുകാരും നെഹ്റു സ്മാരക വായനശാല പ്രവർത്തകരും. ചെളി നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമായ സാഹചര്യത്തിലായിരുന്നു വീണ്ടും അറ്റകുറ്റപ്രവൃത്തി നടത്തിയത്. യാത്ര ദുഷ്കരമായ സാഹചര്യത്തിൽ കൊട്ടിയൂർ നീണ്ടുനോക്കി പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ വീണ്ടും അറ്റകുറ്റപ്രവൃത്തി നടത്തി നാട്ടുകാരും നെഹ്റു സ്മാരക ഗ്രന്ഥശാല പ്രവർത്തകരും. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ റോഡ് പൂർണ്ണമായും ചെളിക്കുളമായിരുന്നു. വിദ്യാർത്ഥികളടക്കം സഞ്ചരിക്കുന്ന റോഡിൽ കാൽനട യാത്ര പോലും ദുസ്സഹമായ സാഹചര്യത്തിലാണ് താൽക്കാലികമായി അറ്റകുറ്റപ്രവൃത്തി നടത്തിയത്. പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞ വർഷം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അത് വെള്ളക്കെട്ടും ചെളിയൊക്കെ നിറഞ്ഞ സാഹചര്യത്തിലായിരുന്നു. പല സന്നദ്ധ സംഘടനകളും കഴിഞ്ഞ ആഴ്ചകളിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലും ഒക്കെ റോഡിൻ്റെ പണികൾ നടന്നിരുന്നു. പലരും അപ്രോച്ച് റോഡിൻ്റെ പണികളിൽ എല്ലാവരും ഏർപ്പെട്ടിരുന്നു. എന്നാൽ ഇത് പൂർത്തിയാകുന്നില്ല. കാരണം നമുക്കറിയാവുന്ന പോലെ ഒരുപാട് മണ്ണ് ഇവിടെ ഉയരത്തിൽ പൊങ്ങിയതുകൊണ്ട് എപ്പോഴും കുറച്ച് വാഹനങ്ങൾ പോകുമ്പോൾ തന്നെ ചെളി ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ദിവസം ഞായറാഴ്ചയാണ്.
കുറേ ആളുകൾ വന്ന് സഹകരിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ നെഹ്റു സ്മാരക ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ അവർ ഒക്കെ അതിന് സജീവമായിട്ട് അതിൻ്റെ പ്രതിനിധികളൊക്കെ പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾ കുറച്ച് സമയം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുക. KG ബാബു, ജെയിംസ്, ശാസ്ത്രപ്രസാദ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഉഷ അശോക് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് താൽക്കാലികമായി റോഡിൽ അറ്റകുറ്റപ്രവൃത്തി നടത്തിയത്. കഴിഞ്ഞ ദിവസം കൊട്ടിയൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും അറ്റകുറ്റപ്രവൃത്തി നടത്തിയിരുന്നു. ഹൈവിഷൻ ന്യൂസ്, കേരളം. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ഇരിട്ടി സൗത്ത് യൂണിറ്റ് വാർഷിക സമ്മേളനവും KV രത്നദാസൻ മാസ്റ്റർ അനുസ്മരണവും ഇരിട്ടി കുളിച്ചമ്പ്രയിൽ വെച്ച് നടന്നു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ഇരിട്ടി സൗത്ത് യൂണിറ്റ് വാർഷിക സമ്മേളനവും KV രത്നദാസൻ മാസ്റ്റർ അനുസ്മരണവും ഇരിട്ടി കൂളിച്ചമ്പ്രയിൽ വെച്ച് നടന്നു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി NK മാത്യു ഉദ്ഘാടനം ചെയ്തു. എല്ലാ വർഷങ്ങളിലും കൃത്യമായിട്ട് നമ്മളിവിടെ യൂണിറ്റ് സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും വിളിച്ചു ചേർക്കാറുണ്ട്. ഒരു കേഡർ സംഘടന എന്ന പോലെ തന്നെ യൂണിറ്റ് സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നതിൻ്റെ കൃത്യമായ ഉദ്ദേശം നിങ്ങളോട് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ അധ്യക്ഷൻ പങ്കുവയ്ക്കുകയുണ്ടായി. നിങ്ങളുടെ ആശയങ്ങളും അതുപോലെ തന്നെ ഈ സംഘടനയെക്കുറിച്ചുള്ള സംശയങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ സംഘടനയുടെ തലപ്പത്തേക്ക് എത്തിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോடு തന്നെയാണ് നമ്മൾ ഈ യൂണിറ്റ് സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ 1985 എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് ഓട്ടോമൊബൈൽ മേഖലയിലും അനുബന്ധ മേഖലയിലും തൊഴിലെടുക്കുന്ന ഒരു കൂട്ടം ആളുകളെ ചേർത്തുകൊണ്ട് ഒരു AAWK എന്ന അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള എന്ന സംഘടന പിറവിയെടുക്കുകയുണ്ടായി. നമുക്കറിയാം അതിൻ്റെ ജൈത്രയാത്ര ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഏകദേശം 300 യൂണിറ്റുകളിലായി. അതുപോലെ തന്നെ കേരളം വിട്ട് തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്നിവിടങ്ങളിലെല്ലാം സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് വ്യാപിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഈ അടുത്ത മാസങ്ങളിൽ നമ്മുടെ എല്ലാ ജില്ലാ സമ്മേളനങ്ങളും നടക്കുക, 14 ജില്ലാ സമ്മേളനങ്ങൾ നടക്കുക. ഇപ്പോൾ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 23 യൂണിറ്റുകളിൽ കൃത്യമായ സമ്മേളനങ്ങൾ ഈ മാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഇതേ സമയത്ത് തന്നെ കണ്ണൂർ സൗത്ത് യൂണിറ്റിൻ്റെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് വളരെ പ്ലാനിങ്ങോടുകൂടി വളരെ ചിട്ടയായ ഒരു സംഘടനാ പ്രവർത്തനമാണ് നമ്മൾ നടത്തിയത്. നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാരണം മറ്റുള്ള സംഘടനകളിൽ നിന്നല്ല നമ്മളെ വളരെ വ്യത്യസ്തമായിട്ട് നിലനിർത്തുന്നത് നമ്മുടെ സംഘടന എന്തെല്ലാം കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടോ അതെല്ലാം സംഘടനയ്ക്ക് സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുതന്നെയാണ് മറ്റുള്ള സംഘടനകളിലൊക്കെ സംഘടന വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത്. നമ്മുടെ ഇൻഷുറൻസ്, വെൽഫെയർ, അതുപോലെ ക്ഷേമനിധി, സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ. കാരണം ഏതെല്ലാം വാഹനങ്ങൾ ആണ് പുതിയ തരത്തിലേക്കാണ് ന്യൂജൻ വാഹനങ്ങൾ പണിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആളുകളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ട് അത്യാധുനിക ടെക്നോളജികളോട് കൂടിയ ട്രെയിനിങ് പ്രോഗ്രാമുകൾ എല്ലാം നമ്മൾ സംഘടന കൃത്യമായിട്ട് നടത്തി. ഇരിട്ടി സൗത്ത് പ്രസിഡന്റ് KV പ്രമോദ് അധ്യക്ഷത വഹിച്ചു. ഇരിട്ടി സൗത്ത് സെക്രട്ടറി TJ സന്തോഷ്, സൗത്ത് വൈസ് പ്രസിഡന്റ് KV സന്തോഷ്, ആക്ടിംഗ് ജില്ലാ പ്രസിഡന്റ് KV സുനിൽകുമാർ, സണ്ണി മാത്യു, K സന്തോഷ്, P ഷിബു, സുധാകരൻ, രഞ്ജിത്ത്, CB നിഖിൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ SLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിംഗ് കാക്കയങ്ങാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പെരുമ്പുന്ന മൈത്രി ഭവൻ സന്ദർശിച്ച് ഭക്ഷ്യക്കിറ്റ് നൽകി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിംഗ് കാക്കയങ്ങാട് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പെരുമ്പുന്ന മൈത്രി ഭവനിലെ അന്തേവാസികളായ അമ്മമാരെ സന്ദർശിക്കുകയും ഭക്ഷ്യക്കിറ്റ് നൽകുകയും ചെയ്തത്. പരിപാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടനത്തോടൊപ്പം ഒരു ജീവിതം ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ കഴിയും. അതൊരു വളരെ അപൂർവതയാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ നിൽക്കുന്ന സിസ്റ്റർ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 10 വർഷത്തിലധികമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവർക്ക് വേണ്ടി ജീവിക്കുകയാണ്. അവരൊരു സ്വന്തം ജീവിതത്തെക്കാളേറെ ഇവർക്ക് വേണ്ടി ജീവിക്കാൻ കഴിയുന്ന ഒരു ചുറ്റുപാടിലേക്ക് എത്തിച്ചേരുന്ന ഒരു മഹാത്യാഗമുണ്ടല്ലോ. ആ ത്യാഗം ഒരുപക്ഷെ നമുക്കൊക്കെ അനുഷ്ഠിക്കാൻ കഴിയുന്നതിൻ്റെയും അപ്പുറത്താണ് എന്നതാണ് യാഥാർത്ഥ്യം. അമ്മമാരെ നിങ്ങളിപ്പോൾ എന്തൊരു നല്ല നിലയിലാണ് അവർ ജീവിക്കുന്നത്. അത്ര വലിയ ദുഃഖമൊന്നും അവരെക്കുറിച്ച് നമുക്ക് തോന്നേണ്ടത്. ഞാനൊരു ക്യാപ്സ്യൂൾ പറയട്ടെ. നിങ്ങൾക്ക് നാളെ ഈ സ്നേഹഭവനിലേക്ക് വരാണ്ടിരിക്കാനുള്ള ഒരു മരുന്ന് ഞാൻ നിർദ്ദേശിക്കട്ടെ. ഞാൻ ഒരു മെഡിക്കൽ ഷോപ്പുകാരനാണ്. അപ്പോൾ എനിക്ക് എളുപ്പത്തിൽ നിർദ്ദേശിക്കാൻ കഴിയും. നിങ്ങളാരും ഇത്തരമൊരു ചുറ്റുപാടിലേക്ക് വരാതിരിക്കാനുള്ള ഒരു മരുന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ അച്ഛനെയും അമ്മേനെ നോക്കുക.
നിങ്ങളെ മക്കളോട് നിങ്ങൾ എന്ത് പറഞ്ഞ് പഠിപ്പിച്ചാലും അവർ കാണുന്നതേ വിശ്വസിക്കും. അവർ കാണുന്നത് നിങ്ങളെ അമ്മയോടുള്ള നിങ്ങളുടെ നികൃഷ്ടമായ പെരുമാറ്റമാണെങ്കിൽ, നിങ്ങളുടെ അച്ഛനോടുള്ള പണ്ടൊരു കഥ കേട്ടിട്ടില്ലേ? പണ്ടൊരു വളരെ രസമുള്ളൊരു കഥ നമ്മൾ ചെറുപ്പത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചിട്ടുണ്ട്. ഒരു വാർദ്ധക്യത്തിലേക്ക് കടന്നുപോയ ഒരു അച്ഛൻ, അമ്മ നേരത്തെ മരിച്ചുപോയി. അച്ഛൻ വാർദ്ധക്യത്തിലാണ്, ചുക്കിച്ചുളിഞ്ഞ ശരീരഘടനയാണ്. മകൻ ദുബായിലൊക്കെ പോയി വലിയ സമ്പന്നനായി. അദ്ദേഹത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ അച്ഛൻ എല്ലാ കാലം ജീവിതം മുഴുവൻ അധ്വാനിച്ചത്. അദ്ദേഹം വിദേശത്തൊക്കെ പോയി ഒരുപാട് സമ്പത്തൊക്കെ സമ്പാദിച്ച്. വനിതാ വിംഗ് പ്രസിഡന്റ് CK പാറുക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി A സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാക്കങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് KT ടോമി, സെക്രട്ടറി P രാജേഷ്, വനിതാ വിംഗ് സെക്രട്ടറി ഷാജിമ നാസർ, ട്രഷറർ രജനി മധു, നേതാക്കളായ P പുരുഷോത്തമൻ, PP രാജീവൻ, E പ്രമോദ് തുടങ്ങിയവർ സംബന്ധിച്ചു. 1 മണിക്കൂറോളം അന്തേവാസികളോടൊപ്പം ചെലവഴിച്ചാണ് ഇവർ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ പരീക്ഷയിൽ FMGE ഒന്നാമത്തെ ശ്രമത്തിൽ തന്നെ വിജയം കൈവരിച്ച പായം കരിയാലിലെ ഡോക്ടർ M റോഷ്നി. ചൈനയിലെ സൗത്ത് ഈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് MBBS പഠനം പൂർത്തിയാക്കിയത്. പായം കരിയാലിലെ PV മനോജ് കുമാറിന്റെയും MN അനിത ടീച്ചറുടെയും മകളാണ്. ഗുരുധർമ്മ പ്രചരണ സഭ പേരാവൂർ മണ്ഡലം കമ്മിറ്റി രൂപീകരണ യോഗം പേരാവൂർ രാജധാനി ഓഡിറ്റോറിയത്തിൽ നടന്നു. ഗുരുധർമ്മ പ്രചരണ സഭ കേന്ദ്ര ഉപദേശക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് PM മധു ഉദ്ഘാടനം ചെയ്തു. ഗുരുധർമ്മ പ്രചരണ സഭ പേരാവൂർ മണ്ഡലം കമ്മിറ്റി രൂപീകരണ യോഗം പേരാവൂർ രാജധാനി ഓഡിറ്റോറിയത്തിൽ നടന്നു. ഗുരുധർമ്മ പ്രചരണ സഭ കേന്ദ്ര ഉപദേശക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് PM മധു ഉദ്ഘാടനം ചെയ്തു. കൃത്യമായിട്ട് തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ ആമുഖ ഭാഷണത്തിലും അളന്നു വെച്ച സ്വാഗതത്തിലുമൊക്കെ വളരെ കാവ്യാത്മകമായിട്ടുള്ള സംസാര രീതികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പം അത്രത്തോളം നമ്മൾക്ക് സംസാരിക്കാൻ പറ്റാത്തത് ഞാൻ പലപ്പോഴും ഞാൻ സംവദിക്കുന്നത് എൻ്റെ കൊളോക്കിയൽ ലാംഗ്വേജിലാണ് സംവദിക്കാൻ ശ്രമിക്കാറ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രഭാഷകനോ പ്രസംഗികനോ അല്ലാത്തത് കൊണ്ട് എൻ്റെ ചിന്താധാരകളും എൻ്റെ വീക്ഷണവും കോണുകളും ഒക്കെ വ്യത്യസ്തമായതുകൊണ്ട് പലപ്പോഴും ഞാൻ സംസാരിക്കുന്നത് വളരെ കുറച്ച് ഞാൻ സംസാരിക്കാറുള്ളൂ. അപ്പം അന്ന് തന്നെ നമ്മൾക്കറിയാം, അന്ന് മന്മഥൻ സാർ പറഞ്ഞിരുന്നു, അന്നത്തെ സാധാരണഗതിയിൽ അന്ന് എനിക്ക് തോന്നുന്നത് 200 അടുത്ത് അംഗങ്ങളുണ്ടായിട്ട്, സാധാരണ അങ്ങനെ വരുമ്പോൾ രജിസ്ട്രാർ എന്നുള്ള തലത്തിൽ എനിക്ക് വരുന്നത് എൻ്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറഞ്ഞാൽ സഭയുടെ യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക, അതുപോലെ മണ്ഡല രൂപീകരണത്തിൽ പങ്കെടുക്കുന്നത്. സ്വാഭാവികമായിട്ടും 20 പേരുള്ള പറയുമ്പോൾ എന്നോട് ചോദിക്കും, സാറേ നമുക്ക് 2 യൂണിറ്റായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പൊ പ്രസംഗിക്കുന്ന സ്വാമിമാരും അതുപോലെ തന്നെ എൻ്റെ മുൻഗാമികളൊക്കെ പറഞ്ഞിരുന്നത് 11 അംഗങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു യൂണിറ്റ് രൂപീകരിക്കാവുന്നതാണ്. അപ്പൊ 20 പേരാവും ചോദിക്കും, അതിലൊരു 10 പേര് വെച്ച് 2 യൂണിറ്റ് രൂപീകരിക്കാമെന്ന് ചോദിക്കും. അത് തന്നെയായിരുന്നു കഴിഞ്ഞ 43 വർഷമായി സഭ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു വിപത്ത് എന്ന് ഞാൻ പല പ്രാവശ്യവും പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വളരെ സന്തോഷവും എനിക്ക് അഭിമാനവും തോന്നിയൊരു നിമിഷമായിരുന്നു മന്മഥൻ സാർ 200-ലധികം പേരെ വെച്ചൊരു ഒറ്റ യൂണിറ്റ് എന്നുള്ള സിസ്റ്റത്തിലേക്ക് വരുന്നത്. അതല്ലെങ്കിൽ ജില്ലാ ഭാരവാഹികളും അതിലൊക്കെ എനിക്ക് സുനിൽ മാഷോടും അതുപോലെ ശ്രീ ബിജുവിനോടൊക്കെ വളരെയധികം സ്നേഹമാണ് ഉള്ളത്. അവരുടെ പ്രവർത്തനത്തെക്കുറിച്ചും അവരും അതിന് തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ്. അത് വേണമെങ്കിൽ നമുക്കൊരു 10-15 യൂണിറ്റുകളായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടാമായിരുന്നു. ഇവിടുത്തെ മണ്ഡലത്തിന്റെ പ്രവർത്തനത്തിലും അതുപോലെ ജില്ലയുടെ പ്രവർത്തനത്തിലും 15 യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടതൊക്കെ വരും. കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സുനിൽ മാസ്റ്റർ അധ്യക്ഷനായി. ശ്രീനാരായണ ധർമ്മോത്സവത്തിന്റെ ഉദ്ഘാടനം രക്ഷാധികാരി ഡോക്ടർ V രാമചന്ദ്രൻ നിർവഹിച്ചു. കേന്ദ്ര ഉപദേശക സമിതി അംഗം CT അജയകുമാർ, ഗൗരി ടീച്ചർ, ഡോക്ടർ സുരേന്ദ്രബാബു, ബിജു പയ്യന്നൂർ, മന്മഥൻ മുണ്ടപ്ലാക്കൽ, സുരേഷ് നന്ദ്യത്ത്, സുഭാഷ് മാസ്റ്റർ, രഘുവരൻ മാസ്റ്റർ, കളത്തിൽ പുരുഷോത്തമൻ, C ജയചന്ദ്ര ബോസ്, സുജിത് മങ്ങാടൻ, KK മോഹൻദാസ്, PV ദാസൻ, MK മോഹൻദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. BMS സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി BMS കൊട്ടിയൂർ യൂണിറ്റ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. NSSK UP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി BMS ജില്ലാ സെക്രട്ടറി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. BMS സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി BMS കൊട്ടിയൂർ യൂണിറ്റ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. കൊട്ടിയൂർ NSSK UP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി BMS ജില്ലാ സെക്രട്ടറി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സംഘത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ തന്നെ BMSന്റെ 70ാം വാർഷികം രാജ്യത്തെങ്ങും ആഘോഷിക്കുന്ന രീതിയിൽ
ഈ ജൂലൈ 23-ാം തീയതി BMSന് ജന്മം കൊണ്ട ഭോപ്പാലിൽ വെച്ച് ഈ 70-ാം വാർഷികത്തിൻ്റെ തുടക്കം അവിടെ 10,000ങ്ങളുടെ പ്രകടനത്തോടുകൂടി ആരംഭിക്കുകയാണ്. വിവിധങ്ങളായ പരിപാടികൾ BMS ഈ ഒരു വർഷക്കാലം നമ്മുടെ ഭാരതത്തിൽ അങ്ങോളം ഈ 70-ാം വർഷത്തിൻ്റെ ആഘോഷത്തോടനുബന്ധിച്ച് പല പരിപാടികൾ നിശ്ചയിച്ച് അതിൻ്റെ സമാപനം അടുത്ത 2025 ജൂലൈ 23 ഡൽഹിയിൽ ഏകദേശം ഈ രാജ്യത്ത് ഇതുവരെ നടക്കാത്ത രീതിയിലുള്ള വലിയൊരു തൊഴിലാളി പ്രകടനത്തോടുകൂടി സമാപിക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. EP ബാബു അധ്യക്ഷത വഹിച്ചു. KS രാജേഷ്, പേരാവൂർ മേഖലാ പ്രഭാരി സുബിൻ, മേഖലാ സെക്രട്ടറി PK ഷാബു, KD മുരളീധരൻ എന്നിവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. യൂത്ത് കോൺഗ്രസ് ഇരിട്ടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് PP ഫർസിൻ മജീദ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ഇരിട്ടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് PP ഫർസിൻ മജീദ് ഉദ്ഘാടനം ചെയ്തു. അവിടെ നമുക്ക് എന്തും ചെയ്തെടുക്കാൻ സാധിക്കുമെന്നുള്ള രൂപത്തിൽ ആ ഒരു മുതലാളിയോട് തിരിച്ചു പറയുന്ന സാഹചര്യം ഉണ്ടായി. നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ വിദ്യാഭ്യാസം നേടിയൊക്കെ തിരിച്ച് നമ്മൾ പല മേഖലയിലേക്ക് കടന്നു പോകും. ഇന്നത്തെ കോമ്പറ്റീഷനാണ് എല്ലാ മേഖലയിലും. ഏറ്റവും കോമ്പറ്റീഷൻ രാഷ്ട്രീയത്തിലാണ്. അത് കഴിഞ്ഞാലാണ് ബാക്കി കോമ്പറ്റീഷൻ. അപ്പൊ നമ്മൾ എല്ലാ മേഖലയിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് സാധിക്കണം ആ മേഖലയിൽ ഏറ്റവും വലിയൊരു എക്സ്പെർട്ടായി മാറാൻ വേണ്ടിയിട്ട്. നമ്മൾ അധ്യാപകനാവും, ഡോക്ടറാവും, എഞ്ചിനീയറാവും, മറ്റു ഉന്നതമായ IAS-കാരുടെ IFS-കാരുടെ IPS-കാരുടെ ഒക്കെ ആവാൻ നമ്മൾ കടന്നു പോകുമ്പോൾ CK അർജുൻ അധ്യക്ഷത വഹിച്ചു. നിതിൻ നടുവിനാട്, PK ജനാർദ്ദനൻ, കുട്ടിയപ്പ മാസ്റ്റർ, PK ശശിധരൻ, KV രാമചന്ദ്രൻ, സുരേഷ് കുമാർ, PV മോഹനൻ, സുദീപൻ, ജിബിൻ ജെയ്സൺ, ബിബിൻ ജോസഫ്, ശരത്ത്, റാഷിദ് പുന്നാട്, റഷീദ് പുന്നാട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ചരമം. ആർളം പെരുമ്പഴശ്ശിയിലെ ഈരിടത്ത് മായൻ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. ഭാര്യ കണ്ടോത്ത് ഫാത്തിമ, മക്കൾ മുഹമ്മദ്, ജമാലുദ്ദീൻ, നിസാർ, അഷ്റഫ്, റംല, ബുഷ്ര, സമദ്, ഹാജറ, മരുമക്കൾ ഇഖ്ബാൽ, ഹക്കീം, റൌഫ്, റഷീദ, ഫൗസിയ, റഷീദ, ഖദീജ, മുനീറ. ഇരട്ടി വള്ളിയാട് പുളിമുക്കിലെ K സുരേന്ദ്രൻ അന്തരിച്ചു. 68 വയസ്സായിരുന്നു. പരേതനായ ഗോപാലന്റെയും കുരുന്നൻ ജാനകി അമ്മയുടെയും മകനാണ്. ഭാര്യ ശ്യാമള, മക്കൾ ശരത്ത്, ശരണ്യ, മരുമകൻ സുനീഷ്, സഹോദരങ്ങൾ ചന്ദ്രൻ, ചന്ദ്രിക, പരേതയായ പത്മിനി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മട്ടന്നൂർ നെല്ലൂന്നിയിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 2 മരണം. മരിച്ചത് മട്ടന്നൂർ പരിയാരം സ്വദേശി നവാസും മകൻ യാസീനും. കനത്ത മഴയിൽ റോഡ് തകർന്നു. കാൽനടയാത്ര പോലും സാധ്യമാകാതെ അത്തൂരിലെ 20ഓളം കുടുംബങ്ങൾ. ഇരിട്ടി മട്ടന്നൂർ റൂട്ടിൽ വീണ്ടും അപകടക്കെണിയായി റോഡിൽ കുഴി. പുന്നാട് കുളത്തിന് സമീപമാണ് കുഴി രൂപപ്പെട്ടത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.